നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്താ നമ്മുടെ ദൈവത്തിൻ്റെ നാട്ടിലെത്തി. ഞാൻ ഇന്നലെയാണ് എത്തിയത്. പോളണ്ട് ട്രിപ്പ് കഴിഞ്ഞ് നേരെ ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നാട്ടിലോട്ട് വന്നു. അപ്പോൾ ആകെ തിരക്കായിരുന്നു. നിങ്ങളുടെ കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. കാരണം അറിയാലോ, ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അത്രയും തിരക്കായതുകൊണ്ടാണ്, വേറൊന്നും തോന്നരുത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി. അതിൽ കുറച്ച് മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാടിൻ്റെ സ്വന്തം കറി. മഴ ഇപ്പോൾ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം നേരം ദീർഘിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ബിഗ് ഹായ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഉണക്ക ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ദുബായിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ പേടിയായിട്ട് ഞാൻ ചെയ്യാതിരുന്നത്. കാരണം ഉണക്ക ചെമ്മീനൊക്കെ പറയുമ്പോൾ അറിയാലോ, റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വല്ലാതൊരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഞാനതൊക്കെ ചില സമയത്ത് കൊണ്ടുപോകുന്നു, ഇവിടെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റോസ്റ്റിംഗ് പ്രൊസീജിയർ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ദുബായിൽ വെച്ച് ചെയ്യാതിരുന്നത്. അപ്പോൾ നാട്ടിലാവുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത ഫ്ലാറ്റ് വരെ കംപ്ലയിൻറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ഉണക്ക ചെമ്മീനാണ്, അതായത് ഒരു കൈപ്പിടി കേട്ടോ. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ഇത് ക്ലീൻ ചെയ്യാം. അതായത് എൻ്റെ അമ്മമ്മ ചെയ്തിരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണക്ക ചെമ്മീൻ എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും. ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കും. അതിനുശേഷം വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞ് അതിനുശേഷം ഒന്ന് റോസ്റ്റ് ചെയ്യും. ഓക്കെ. റോസ്റ്റ് ചെയ്തിട്ട് ക്രിസ്പി ആവുന്ന സമയത്ത് ഒരു ചിരട്ടയുടെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ബാക്ക് സൈഡോ വെച്ചിട്ട് മുറത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടിക്കും. അപ്പോൾ ഇതിൻ്റെ തലയും വാലും സെപ്പറേറ്റ് ആയിട്ട് വന്ന് അതങ്ങനെ ചേറ്റിക്കളയും. അങ്ങനെയാണ് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ വെറുതെ ആദ്യമേ തന്നെ തലയും വാലങ്ങ് എടുത്ത് മാറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിളായി തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലയും വാലും കളയാം. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ നോക്കാം. നല്ല മഴ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതിൻ്റെ തലയും വാലും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൈപ്പിടിയാണ് അതിൻ്റെ കണക്ക്. പിന്നെ ആദ്യമായിട്ടൊക്കെ ഇത് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കയ്യിൽ മുള്ളൊന്നും തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ചെമ്മീനാണെങ്കിലും മുള്ളുണ്ട് നല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ മുള്ളൊക്കെ കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വാഷ് ചെയ്തതിന് ശേഷം ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മുരിങ്ങക്കായാണ്. ഞാനിവിടെ ഒരു മുരിങ്ങക്കായാണ് ഉപയോഗിക്കുന്നത്. മുരിങ്ങക്കായ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ. മുരിങ്ങക്കായയുടെ തൊലി ഇങ്ങനെ കളയാം. ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ വരും. പിന്നെ സൈഡിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങക്കായ നേരെ പകുതിയായിട്ട് മുറിച്ചിടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണാൻ ഭംഗി ഇതേപോലെ തന്നെ ഒറ്റ പീസായിട്ട് ഇടുന്നതാണ് ആക്ച്വലി നല്ലത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ മുരിങ്ങക്കായ നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരും കൂടി ഇടാം കേട്ടോ. സാധാരണ രീതിയിൽ ചക്കക്കുരു ഇടാറുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ ചക്കക്കുരു ഇല്ല. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ചക്കക്കുരും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കാം. ഒരു 10 ചക്കക്കുരു ചെറുതായ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഭാഗം ഇച്ചിരി വലുതായതുകൊണ്ട് ഞാനത് മുറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു മുരിങ്ങക്കായയുടെ മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങയുടെ അളവെന്ന് പറയുന്നത് ഡിപ്പെൻസ്. ഈ പച്ചമാങ്ങയുടെ പുളി അനുസരിച്ച് വേണം പച്ചമാങ്ങയുടെ അളവ് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇത് മുറിച്ച് നോക്കട്ടെ. എന്നിട്ട് പുളി എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണം കഴിച്ച് നോക്കാം. മൂത്ത മാങ്ങയാണിത്. നല്ല മഞ്ഞ കളർ ഉണ്ട് ഇതിൽ. മൂത്ത മാങ്ങയാണ് ഏറ്റവും നല്ലത്. അതായത് നല്ല വിളഞ്ഞ മാങ്ങ എന്നർത്ഥം കേട്ടോ. മൂത്ത മാങ്ങ എന്ന് പറയുന്നത് ഇപ്പോൾ ജാൻ്റെ അമ്മ കൊണ്ടുവന്നത് നമ്മുടെ പറമ്പിലത്തെ മാങ്ങ തന്നെയാണ്. ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം എടുത്താൽ മതിയാവും. അധികം പുളിയില്ലാന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ മൊത്തത്തിൽ നമുക്ക് എടുക്കാം. ഞാനൊരു പീസ് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അധികം പുളിയൊന്നുമില്ല, ലൈറ്റായിട്ടുള്ള പുളിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ മൊത്തത്തിൽ എടുക്കുകയാണേ. നാട്ടിൽ വന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ, നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ മാങ്ങ അങ്ങ് മുറിച്ചിടാം കേട്ടോ.
പിന്നെ മാങ്ങ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേ ഇടുള്ളൂ. ആദ്യം തന്നെ കറിയുടെ കൂട്ടത്തിൽ കൂടെ മാങ്ങ ഇടത്തില്ല. കാരണം എന്താണെന്നറിയാമോ, മൊത്തത്തിൽ അങ്ങ് മാങ്ങ ഉടഞ്ഞു പോകും. മാങ്ങ ഒന്ന് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കറി ഏകദേശം ഒരു അരഭാഗം റെഡി ആയതിന് ശേഷം മാത്രം നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കഷ്ണം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ചെമ്മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് പാൻ ഇത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അവർ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല അത്. കാരണം എത്ര നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സ്മെല്ല് മാറില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത്, അതുകൊണ്ടാണ് പഴയ പാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇങ്ങ് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് ആവും ഈ ചെമ്മീൻ്റെ. മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, സമാധാനം. അല്ലെങ്കിൽ നമ്മൾ പറയണ ഒന്നും കേൾക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗ്യാസാണ്, ശരിക്കും തീയുണ്ട്. മറ്റേതുപോലെ എൻ്റെ ദുബായിലത്തെ പോലത്തെ അടുപ്പല്ല. അതുകൊണ്ട് ഇതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ആദ്യം 2 ദിവസം കുറച്ചൊന്ന് തപ്പിപ്പഴയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോഴേ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ഫ്രൈ ആവും, ചില ഭാഗങ്ങൾ ഫ്രൈ ആവില്ല. അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ചെമ്മീൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ട് അങ്ങ് കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഒരു ഓറഞ്ചിഷ് കളർ വരാൻ തുടങ്ങും കേട്ടോ. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് മാറും, കരിഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ അങ്ങ് ഫ്രൈ ചെയ്തങ്ങ് എടുത്ത് വയ്ക്കാം. പിന്നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് മാറും കേട്ടോ. ഓവറായിട്ട് ക്രിസ്പി ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ നമുക്കത് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. മീൻ കലത്തിലാണ് വെക്കാൻ പോകുന്നത്. മീൻ കലത്തിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു നാടൻ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നാടൻ ഇഞ്ചിയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 പച്ചമുളക്. ഇത് 3ഉം കൂടി നന്നായി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങളതിൽ ചതയ്ക്കാനൊന്നും ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാനിനി നമ്മുടെ കലത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ അതുപോലെ തന്നെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം കാശ്മീരി മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയുള്ള ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ മുരിങ്ങക്കോല്, വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് കുറച്ചിടുക, പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം. എന്നിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ്, അതായത് 500 ml വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കട്ടെ. വെള്ളം കുറവ് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിൽ ഞാനിപ്പോൾ നാളികേരം അരച്ച് ചേർക്കുന്ന കറിയാണ്. നാളികേരപ്പാലും ഉപയോഗിക്കാൻ, നമുക്ക് നാളികേരം അരച്ചും ചേർക്കാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം കുറച്ച് വറ്റി നാളികേരം കൂടെ ഒഴിക്കുമ്പോൾ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മീഡിയം തീയിലിട്ടതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളർ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നാട്ടിലത്തെ മുളക് പൊടി ആകുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് അവിടുത്തെ മുളക് പൊടി ഉപയോഗിച്ചിട്ട് ഇവിടെ ഉപയോഗിക്കുമ്പോഴേ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കാം. പാതി കുക്കാവുന്ന സമയത്ത് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാൻ. അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 മുറി നാളികേരം, അതായത് ഒരു 3/4 ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ചില ഏരിയയിൽ അവർ നല്ല ജീരകം ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ എൻ്റെ വീട്ടിലൊന്നും നല്ല ജീരകമൊന്നും ചേർക്കില്ല. കറികൾ ഉണ്ടാക്കുമ്പോൾ വെറുതെ നാളികേരം മാത്രം അരയ്ക്കാറുള്ളൂ. അപ്പോൾ ഈ നാളികേരം നല്ല ഫൈനായിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഓക്കെ, ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ കറികൾ മാമ്പഴപ്പുളിശ്ശേരി, ചക്കുപ്പേരി, സാമ്പാർ, കാന്താരി മുളക് ഉപ്പിലിട്ടത്, അച്ചാർ, പപ്പടം, തൈര്. എനിക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നു കേട്ടോ. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലിട്ടിരിക്കുന്ന മുരിങ്ങക്കോലൊക്കെ പകുതിയോളം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പുളി അനുസരിച്ച് വേണം മാങ്ങയുടെ അളവ് തീരുമാനിക്കാൻ. പിന്നെ മാങ്ങയുടെ വലിപ്പം കൂടുന്തോറും മാറ്റങ്ങളും വരും. ഇതിലിപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇട്ടേക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ മാങ്ങ ഇട്ടിട്ട് പുളി കൂടിയെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇനി വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ മാങ്ങ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ചേർത്തിരിക്കുന്ന മുരിങ്ങക്കായ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതേസമയം മാങ്ങ നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാങ്ങ ഉടഞ്ഞു പോയിട്ടില്ല, കുക്കായിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, അതുപോലെ ഇരിക്കണം. എന്നാലാണ് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് വൈസ് ആണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഒരു മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാനും ടേസ്റ്റ് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഉണ്ടോ മാങ്ങ കഷ്ണങ്ങൾ കുക്കായിട്ടുണ്ട്, പക്ഷേ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. അതാണ് നമുക്ക് വേണ്ട പരുവം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച തേങ്ങ ചേർക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് തേങ്ങ അരയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു നാളികേരത്തിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങ അരച്ചതാണ്, ആ ഒരു ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ എന്താണ് താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അരച്ച തേങ്ങ ചേർക്കട്ടെ കേട്ടോ. വെള്ളം കുറവാണ്, നമുക്ക് 1 ഗ്ലാസും കൂടി വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം തേങ്ങ അരച്ചതായതുകൊണ്ട് കറി ഇരിക്കുന്ന സമയം കൊണ്ട് കുറച്ച് തിക്കായിട്ട് മാറും. അപ്പോൾ മൊത്തത്തിൽ 4 ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ടി വരും ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 ഗ്ലാസും കൂടി ഇനി ഒഴിച്ചു കൊടുക്കണം. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഇങ്ങനെ വായിലിങ്ങനെ വരും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് തേങ്ങ ചേർക്കാൻ പാടില്ല നമ്മൾ. കാരണം ഒരുപാട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കറി അങ്ങ് ഒരുപാട് അങ്ങ് തിക്കായിട്ട് മാറും. എല്ലാം അതിൻ്റെ മിതമായ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിക്ക് ഒരു ഓറഞ്ചിഷ് കളർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ എരിവൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കണം. ഞാൻ ഇവിടുത്തെ ചേച്ചിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസും കൂടെ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മുടെ കറികളിൽ. അപ്പോൾ ആകെ അങ്ങ് പിന്നെയും ഒരു പച്ച ചുവ വരാൻ തുടങ്ങും. പിന്നെ ഒരുപാട് സമയം നമുക്ക് തിളപ്പിക്കാൻ നിൽക്കണം. അപ്പോൾ സമയം ഒരുപാട് അങ്ങ് വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുക. ജസ്റ്റ് ഇതൊന്ന് തിളയ്ക്കുക. അതിനുശേഷം നമുക്കങ്ങ് കാച്ചൊഴിക്കാം. ഞാനിതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയാണ് കാച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഓവറായിട്ടങ്ങ് തിളപ്പിക്കേണ്ട. ഈ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടിയാൽ മാത്രം മതിയാവും. 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ കറക്റ്റാണെന്നാണ് പറഞ്ഞത്. നമുക്കിനി അവസാനം ഉള്ളി കാച്ചി ഒഴിക്കുമ്പോൾ കുറച്ചങ്ങ് മുളക് പൊടി അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കാണാനൊരു ചന്ത ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാച്ചി ഒഴിക്കുമ്പോൾ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാവും. അപ്പോൾ ഉള്ളി കാച്ചി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് എത്ര എരിവാണ് അതിനനുസരിച്ച് മുളക് പൊടി അങ്ങ് ചേർത്തിട്ട് അതിൽ കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം മുളക് വരും. അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. അതെപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. അതിന് ഓരോരുത്തർക്കും എരിവിൻ്റെ അളവ് വ്യത്യാസം വരും. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് വളരെ കുറച്ച് എരിവ് പാടുള്ളൂ. അതേസമയം കുറച്ച് നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ നിൽക്കരുത്. ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താളിയേരം പിരിഞ്ഞ പോലെ വരാൻ തുടങ്ങും. ജസ്റ്റ് ഒരു 2 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ചാറിൻ്റെ ഇതിരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ കട്ടയാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഉള്ള സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി ഓവറായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പിരിയണ പോലെ അങ്ങോട്ട് ആയിപ്പോവും. ആ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അതേസമയം എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചക്കക്കുരു വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ മുരിങ്ങക്കായ ചേർക്കുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ ചക്കക്കുരു ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ ചക്കക്കുരു ചേർക്കാത്തത്. ഇനി നമുക്കങ്ങ് കാച്ചി ഒഴിക്കണം. കാച്ചി ഒഴിക്കാൻ വേണ്ടി നമുക്കൊരു സോസ് പാൻ വെക്കുക. ആ സോസ് പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എൻ്റെ അണ്ണാറക്കണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അണ്ണാറക്കണ്ണൻ്റെ സൗണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എപ്പോഴും ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ കറിക്കൊക്കെ ഒരുപാട് ടേസ്റ്റ് അങ്ങ് കൂടും. ഇപ്പോഴും ടേസ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്. നല്ല മാങ്ങയൊക്കെ പുളിയൊക്കെ ഇറങ്ങി ആ എരിവൊക്കെ പിടിച്ച് എപ്പോഴും പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ചെറിയുള്ളി നന്നായിട്ട് അങ്ങ് മൂത്ത് വരട്ടെ. ആ സമയം മൂത്ത് വരുന്നതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുളക് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കാത്ത കാരണമാണ് അവസാനം കാച്ചി ഒഴിക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇരുന്ന് കുറേ നേരം കഴിയുമ്പോൾ ഒരുപാട് തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. തിക്നെസ്സൊക്കെ കറക്റ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം നിങ്ങൾ ഒഴിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ പറയുന്ന ടിപ്സൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഉണക്ക ചെമ്മീൻ മാങ്ങ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. സാധാരണ നമ്മുടെ മീൻ കറിയില്ലേ, പച്ചമീൻ കറി അതിൽ ഇടുന്ന പോലത്തെ അത്ര മുളക് പൊടി ഇതിൽ ഇടാൻ പാടില്ല കേട്ടോ. ഇത് ഉണക്കച്ചെമ്മീനാണ്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനും ഉണക്കച്ചെമ്മീൻ അത്ര എരിവൊന്നും വേണ്ട. ഉള്ളിലോട്ടൊന്നും ഒരുപാട് അങ്ങ് പിടിക്കാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റേ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിറയെ മുളക് പൊടി ഇടാറുണ്ട്. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്പൈസസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കൂട്ടി കൊടുക്കാൻ പറ്റും. പക്ഷേ കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ആ പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ഇത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി
കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമൊന്നുമില്ല, ഇത് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ നാളേക്കൊക്കെ കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാൻ സരോജിനേച്ചിക്ക് കുറച്ച് കൊടുത്തു നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കഴിക്കാത്ത കാരണം പിന്നെ എനിക്കറിയില്ല. എരിവും ഉപ്പൊക്കെ പറയാം ചേച്ചി? എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ആവശ്യമുള്ള സമയത്ത് സെർവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മഴ കാരണം ഞാൻ ബ്ലോഗിൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വേറെ ഫോട്ടോ ആണ് ഇടാൻ പോകുന്നത്. കാരണം ഇവിടെ എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷേ ഞാൻ ആദ്യത്തെ ഫോട്ടോ ആണ് ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ചേച്ചി അത് അടിച്ചു മാറ്റിയതൊന്നും പറയരുത് ചങ്ങാതിമാരെ, പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. മഴമഴ കുടക്കുട. ഞാൻ ജസ്റ്റ് ഇഷ്ടപ്പെട്ടതാണ്. ഇൻട്രോ എടുത്ത് അപ്പം തന്നെ അങ്ങ് മഴ അങ്ങ് കൊട്ടാൻ തുടങ്ങി. കുട്ടമ്പായി ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുന്നുണ്ട് കേട്ടാ, നിങ്ങളെ കണ്ടപ്പോ പേടിച്ചിട്ട്. ഞാൻ വരുന്നു പറഞ്ഞപ്പോ ഡൈ ഒക്കെ ചെയ്ത് സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. പൊട്ട് എന്താ പൊട്ട് വിട്ടിട്ട് വരാന്ന്. എന്തത് നാട്ടിൽ വന്നിട്ട് ഇവര് നിങ്ങളൊന്നും കാണിച്ചിട്ടെങ്കിൽ ശരിയാവില്ലല്ലോ. എന്നെ കാണുമ്പോ ഇതാണ് എൻ്റെ വീട്ടിലെ കിച്ചൺ. പക്ഷെ എൻ്റെ വീട്ടിലെ കിച്ചണിൽ വെച്ച് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ. ഇവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടിന് എൻ്റെ കിച്ചണിൽ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.